നിലമ്പൂരിന്റെ മണ്ണിൽ സഖാവ് കുഞ്ഞാലിയുടെ ജീവിതം രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ത്യാഗവും രക്തവും കൊണ്ടാണ്. അടിച്ചമർത്തപ്പെട്ടവന് വേണ്ടി സ്വയം സമർപ്പിച്ച കുഞ്ഞാലിക്ക് മുന്നിൽ വലതുപക്ഷത്തിന്റെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നിരന്തരമായി പരാജയപ്പെട്ടു. 1965-ലും 67-ലും അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ സഖാവ് കുഞ്ഞാലി നിലമ്പൂരിൽ നിന്ന് MLA ആയി. 67-ൽ ജയിലിൽ കിടന്നാണ് കുഞ്ഞാലി മത്സരിച്ചത്. എന്നിട്ടും വൻ വിജയം നേടി. വലിയ ജന്മി തമ്പുരാക്കന്മാർ, അതേപോലെ തന്നെ വലിയ എസ്റ്റേറ്റ് ഉടമകൾ, ഇവരെല്ലാം കൈയടക്കി വെച്ച ഭൂമിയെ പാവപ്പെട്ട മനുഷ്യരിലേക്ക് എത്തിച്ചത് അതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവാണ് സഖാവ് കുഞ്ഞാലി. MLA ആയിരിക്കുമ്പോഴാണ് 1969-ൽ കോൺഗ്രസുകാർ കുഞ്ഞാലിയെ നിഷ്കരണം വെടിവെച്ച് കൊന്നത്. കേവലം 45-ാമത്തെ വയസ്സിൽ. ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു കേസിലെ ഒന്നാം പ്രതി. കുഞ്ഞാലിയുടെ നാട്ടിലെ പോത്തുകല്ലിൽ ജനിച്ച M സ്വരാജ് ഇവിടെ മത്സരിക്കുമെന്ന് UDF തീരെ പ്രതീക്ഷിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തം. CPM-ന്റെ അവിടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തിരുന്ന ശ്രീ M സ്വരാജിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. ഇല്ല എന്ന് M സ്വരാജ് പറഞ്ഞു. നിലമ്പൂരുകാരനാണ് അദ്ദേഹം. അപ്പൊ ചുമതലക്കാരന് പോലും ആത്മവിശ്വാസം ഇല്ലാത്ത തരത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് CPM. ഇടതുപക്ഷ അനുഭാവികളെ മാത്രമല്ല, നിലമ്പൂരിലെ സാധാരണ ജനങ്ങളെയും അസാമാന്യമായി സ്വാധീനിക്കുന്ന ശക്തമായ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷം കണ്ടെത്തിയത്. പരിഹാസവും പുച്ഛവും അഹങ്കാരവും ഉപേക്ഷിച്ച് നല്ല രാഷ്ട്രീയം സംസാരിക്കുമെന്ന് പ്രതിപക്ഷത്തെ യുവ നേതാക്കളെ M സ്വരാജ് ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം നാട്ടിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ മത്സരിക്കണം എന്ന് UDF-ന്റെ ഭാഗത്തുനിന്ന് വലിയ ആവശ്യം ഉയർന്നു വന്നു. മത്സരിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് എതിർപക്ഷം പോലും പറഞ്ഞില്ല, മത്സരിക്കണം എന്നാണ് പറഞ്ഞത്. സ്വീകരിച്ചിരിക്കുന്നു. തറവാട്ടു മഹിമയും പാരമ്പര്യവുമല്ല, മതേതര രാഷ്ട്രീയമാണ് നിലമ്പൂരിൽ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ശക്തനായ വക്താവാണ് M സ്വരാജ്. ഷമി പ്രഭാകർ, കൈരളി ന്യൂസ്, നിലമ്പൂർ.